നമസ്കാരം. ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസർ റാങ്കിലെത്താൻ ആഗ്രഹിക്കുന്ന യുവതികൾക്കും യുവാക്കൾക്കും ഇപ്പോൾ മികച്ച ഒരവസരം വന്നിട്ടുണ്ട്. നിങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിന് ആപ്ലിക്കേഷൻ അയക്കാം. ഏതെങ്കിലും രീതിയിലുള്ള ഡിഗ്രി ജയിച്ചു നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിനനുയോജ്യമായ രീതിയിലും ഓഫീസർ റാങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ പ്രവേശിക്കാവുന്നതായി നടത്തുന്ന എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ അഫ്കാറ്റ് ആദ്യം പാസ്സാവണം. അഫ്കാറ്റ് പാസ്സായ ശേഷം നടക്കുന്ന AFSB എന്ന് പറയുന്ന 5 ദിവസം നീണ്ടു നിൽക്കുന്ന SSB ഇൻ്റർവ്യൂവിന് തത്തുല്യമായൊരു ഇൻ്റർവ്യൂ അതുകൂടെ പാസ്സായി മെഡിക്കലും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ ട്രെയിനിങ്ങിനായി പ്രവേശിക്കാം. വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ നിങ്ങൾ ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ റാങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസറായി പ്രവേശിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ട്രെയിനിങ് ടൈമിൽ 56,100 റുപ്പീസ് അലവൻസായിട്ട് സ്റ്റൈഫൻ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന വെബ്സൈറ്റ് http://afcat.cdas.in എന്ന ഈ വെബ്സൈറ്റിൽ കയറുക. നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് പാസ്സായവരാണെങ്കിൽ അതിൻ്റേത്, അല്ലെങ്കിൽ സ്റ്റഡിയിങ് ആണെങ്കിൽ അതിൻ്റേത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഡിസംബർ 31 ഇനി ഇതിൽ ഏതെല്ലാം തരം വേക്കൻസികൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിന് ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 2 തരത്തിലുള്ള വേക്കൻസികളാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത് +2 ലെവലിൽ ഫിസിക്സും മാത്സും പഠിച്ച് അതിനുശേഷം ഒരു ഡിഗ്രി ഉള്ള കുട്ടിക്കായിരിക്കും. അത് ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും 24 വയസ്സിൽ താഴെ പ്രായം ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൈലറ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ 2 വർഷത്തേക്ക് നിങ്ങളുടെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. അതായത് 26 വയസ്സുള്ള ഒരു യുവാവിനോ യുവതിക്കോ ഈ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതുകൂടാതെ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ഈ അഫ്കാറ്റ് പരീക്ഷ എഴുതാതെ തന്നെ ഡയറക്റ്റ് AFSB ഇൻ്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്ത് പ്രവേശിക്കാനുള്ള അവസരം NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനുണ്ട്. എയർഫോഴ്സിൻ്റെ NCC വിങ്ങിൽ C സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള കുട്ടികൾക്ക് അവർ 24 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് എൻട്രൻസ് എഴുതാതെ തന്നെ ഡയറക്റ്റ് AFSB ഇൻ്റർവ്യൂ അഥവാ SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫീസറായിട്ട് പ്രവേശിക്കാം. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടിയിലേക്ക് അത് തന്നെ 2 രീതിയിലുള്ളതുണ്ട്. അതായത് ടെക്നിക്കൽ വിങ്ങും നോൺ ടെക്നിക്കൽ വിങ്ങും. ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കൽ വിങ്ങിലാണ് നിങ്ങൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് BTech അത്യാവശ്യം. +2 ലെവലിൽ ഫിസിക്സും മാത്സും പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾക്കൊരു BTech ഡിഗ്രി കൂടെ ഉണ്ടെങ്കിലേ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കൽ വിങ്ങിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് BTech ഇല്ല, സാധാരണ സയൻസ് ഡിഗ്രിയും ഇല്ല, നിങ്ങൾക്ക് ഹിസ്റ്ററിയോ ജിയോഗ്രഫിയോ ഒക്കെയാണെന്ന് കരുതുക, അല്ലെങ്കിൽ എക്കണോമിക്സ് ആണെന്ന് കരുതുക. അങ്ങനെയുള്ളവർക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഈ ഗ്രൗണ്ട് ഡ്യൂട്ടിക്ക് പ്രവേശിക്കാനുള്ള വയസ്സ് 26. നോർമലി 26 വയസ്സുള്ളവർക്ക് ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ജോലിക്ക് പ്രവേശിക്കാം. ഫ്ലൈയിങ് ഡിവിഷനിൽ മാത്രമേ 24 വയസ്സിൻ്റെ ആ ഒരു കടമ്പയുള്ളൂ. അപ്പോൾ ഗ്രൗണ്ട് ഡ്യൂട്ടിയിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ
ബിടെക്കുകാർക്കും നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ എല്ലാവർക്കും ആപ്ലിക്കേഷൻ അയക്കുവാൻ സാധിക്കും. ഇതിന് ആപ്ലിക്കേഷൻ വിടേണ്ട അവസാന തീയതി ഒന്നും കൂടി പറയാം, ഡിസംബർ 31, 2024. നമ്മൾ ജോലിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഈ നോൺ ടെക്നിക്കൽ ഗ്രൗണ്ട് ഡ്യൂട്ടി വിഭാഗത്തിൽ തന്നെ നമുക്ക് അക്കൗണ്ട് സെക്ഷൻ, എഡ്യൂക്കേഷൻ സെക്ഷൻ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള തസ്തികകളുണ്ട്. ഇതിൽ എഡ്യൂക്കേഷൻ ഡിവിഷനിലേക്ക് പ്രവേശിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അത്യാവശ്യം. ഗ്രൗണ്ട് ഡ്യൂട്ടി ഡിവിഷനിലെ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലെ അക്കൗണ്ട്സ് ഡിവിഷനിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് BComോ BCAയോ BBAയോ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ ഗ്രൗണ്ട് ഡ്യൂട്ടി ഡിവിഷനിലെ വെപ്പൺ ഡിവിഷനിലേക്കാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് +2 ലെവലിൽ ഫിസിക്സും മാത്സും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഡിഫറൻറ്റ് പോസ്റ്റുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒറ്റ പരീക്ഷയാണ് അഫ്കാറ്റ് എന്ന് പറയുന്ന എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഇതിലേറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് റീസണിങ് എന്ന വിഭാഗത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ജനറൽ എബിലിറ്റിയിൽ ധാരാളം സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, എവരിതിങ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ജനറൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും മാത്സ് ക്വസ്റ്റ്യൻസും. ഇതിലേറ്റവും കൂടുതൽ വരുന്നത് മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഫ്രം റീസണിങ് ആയിരിക്കും. പരീക്ഷ പാസ്സായ ശേഷം മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെസ്റ്റ് കൂടെ നിങ്ങൾക്ക് നടക്കും. പ്രത്യേകിച്ച് പൈലറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സെപ്പറേറ്റ് പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം പാസ്സായി ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ SSB ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് AFSB എന്നാണ് അതിന് പറയുന്നത്. SSB ഇൻ്റർവ്യൂ പോലെ തന്നെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ തന്നെയാണിതും. മൈസൂറിലോ ഗാന്ധിനഗറിലോ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അങ്ങോട്ട് ചെല്ലുക, നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടാൽ ഒരു മെഡിക്കൽ കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർഫോഴ്സിൽ ഒരു ഓഫീസർ പോസ്റ്റിൽ ജോലി ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രസ്റ്റീജിയസ് ആയ പൊസിഷനാണ്. ഇന്ത്യൻ എയർഫോഴ്സിലെ ഏറ്റവും ഉയർന്ന പൊസിഷനാണ്. അത് അറ്റൈൻ ചെയ്യാനായി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അഫ്കാറ്റിന് വേണ്ടി അഫ്കാറ്റിൻ്റെ എൻട്രൻസിന് വേണ്ടി ആദ്യം നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ കോച്ചിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇൻ്റർവ്യൂവിൻ്റെ കോച്ചിങ്ങിൽ പങ്കെടുത്ത ശേഷം അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ജയിക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഈ സമയം വിനിയോഗിക്കുക. അവസാന തീയതി ഡിസംബർ 31.